ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. നമ്മൾ ഇന്ന് USS ബേസിക് സയൻസിന്റെ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും എക്സാംസിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നല്ലോണം നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ അതിന്റെ കൂടെ തന്നെ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കെമിക്കൽ ചേഞ്ച്? ഇതിൽ കെമിക്കൽ ചേഞ്ച് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? മെൽറ്റിംഗ് ഓഫ് എ കാൻഡിൽ. ഒരു കാൻഡിലിന്റെ മെൽറ്റിംഗ്, അതെല്ലാവർക്കും അറിയാലോ, മെഴുകുതിരി ഉരുകുന്നത്. സെക്കൻഡ് വൺ ഹീറ്റിംഗ് ഷുഗർ, അതായത് നമ്മുടെ എന്താണ് പഞ്ചസാര അല്ലെ, ഷുഗർ ഹീറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഹീറ്റിംഗ് നാഫ്തലിൻ. നാഫ്തലിൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലെ, നമ്മളെ സിങ്കിലും എല്ലാ സ്ഥലത്തും കൂറ കയറാതിരിക്കാനൊക്കെ നമ്മൾ ഇടൂലേ, ആ സാധനമാണ് നാഫ്തലിൻ ബോൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹീറ്റിംഗ് നാഫ്തലിൻ, പിന്നെ ഹീറ്റിംഗ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പം നമുക്കറിയാം നാഫ്തലിൻ എന്ന് പറയുന്നതും പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കെമിക്കൽ ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു കെമിക്കൽ ചേഞ്ച് നടക്കാൻ കാരണമാവുന്ന ഒരു സാധനമാണെന്ന് അറിയാം. അതുപോലെ തന്നെ എന്താണ് ഷുഗർ എന്ന് പറയുന്നതും കെമിക്കൽ കോമ്പസിഷൻ വരുന്നതാണെന്നുള്ള അറിയാം അല്ലെ. അപ്പം അതൊക്കെ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എന്താണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് മൂന്നുമല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഏതായിരിക്കും മക്കളെ ആൻസർ വരുന്നത്? മെൽറ്റിംഗ് ഓഫ് കാൻഡിൽ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്? മെൽറ്റിംഗ് ഓഫ് കാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. മെൽറ്റിംഗ് ഓഫ് കാൻഡിൽ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. മെൽറ്റിംഗ് ഓഫ് കാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് അല്ല, അതിന് പകരം ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. അവിടെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ എന്താ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എന്തായിട്ടാണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. സോ ഇതില് ക്വസ്റ്റ്യൻ എന്താണ്? കെമിക്കൽ ചേഞ്ച് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മെൽറ്റിംഗ് ഓഫ് കാൻഡിൽ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? What will be the most important problem we will face in the absence of microorganisms like bacteria and fungus? ഫഞ്ചൈ എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് എന്താണ്? ഫംഗസ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ വേർഡ് ആണെങ്കിൽ ഫംഗൈ എന്ന് പറയുന്നത് അതിന്റെ പ്ലൂറൽ ആണ് അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്? വാട്ട് വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം? ക്വസ്റ്റ്യൻ തന്നെ നോക്കുക, എന്തായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നോക്കിക്കോളൂ, വാട്ട് വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം വി വിൽ ഫേസ് ഇൻ ദി ആബ്സെൻസ് ഓഫ്, അതായത് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗസ് നമ്മുടെ സോയിലിൽ അല്ലെങ്കിൽ എന്താണ് മണ്ണിൽ ഇല്ലാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോബ്ലം എന്നാണ് നമ്മുടെ എന്ത് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? സോയിൽ ന്യൂട്രിയൻസ് ആർ ഡിപ്ലീറ്റഡ്, അതായത് സോയിലിനകത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഡിപ്ലീറ്റഡ് ആകുന്നു. ബി എന്ന് പറയുന്നത് എന്താണ്? ബയോ വേസ്റ്റ് വിൽ നോട്ട് ഡീകമ്പോസ്, അതായത് ബയോ വേസ്റ്റുകൾ ഡീകമ്പോസ് ചെയ്ത് പോവില്ല. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? സ്പ്രെഡ് ഓഫ് ഡിസീസസ് സ്പ്രെഡ് ആവുന്നു. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഫുഡ് സ്പോയിൽ ക്വിക്ലി, അതായത് ഭക്ഷണം പെട്ടെന്ന് തന്നെ എന്താണ് സ്പോയിൽ ആയി പോകുന്നുള്ളതാണ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ ഇതിൽ എന്തായിരിക്കും മക്കളെ ആൻസർ? ബാക്ടീരിയയും ഫംഗസും ഇല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം ഉണ്ടാവുക? നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓരോ ഓപ്ഷൻസ് എടുത്ത് നോക്കാം. അതായത് സോയിൽ ന്യൂട്രിയൻസ് ആർ ഡിപ്ലീറ്റഡ്, സോയിലിനകത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഡിപ്ലീറ്റ് ആയി പോകുന്നുള്ളത്. അതായത് ഡിപ്ലീഷൻ അറിയാലോ, അതായത് എന്താ പറയുക, ആ ഒരു കോംപ്ലക്സിറ്റി നഷ്ടപ്പെട്ട് സിമ്പിൾ ആയിട്ടുള്ള, അതായത് സിംപ്ലർ ഫോംസിലേക്ക് മാറും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും? സോയിൽ ന്യൂട്രിയൻസ് ആർ ഡിപ്ലീറ്റഡ് ഇസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബയോ വേസ്റ്റ് വിൽ നോട്ട് ഡീകമ്പോസ്, അതായത് ബയോ വേസ്റ്റ് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ സോയിലിൽ അലിഞ്ഞ് ഡീകമ്പോസ് ചെയ്യാൻ സാധ്യതയുള്ള വേസ്റ്റുകൾ എന്താണ് അടിഞ്ഞു പോവില്ല, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ അവിടെ നടക്കില്ല എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. തേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസീസസ് സ്പ്രെഡ് ആവും എന്നുള്ളതാണ്. ഡിസീസസ് സ്പ്രെഡ് ആവുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മക്കളെ? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിലല്ലേ ഡിസീസസ് സ്പ്രെഡ് ആവുള്ളൂ. അത് ഇല്ലാത്തൊരു പക്ഷം അവിടെ ഡിസീസസ് സ്പ്രെഡ് ആവില്ല എന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ എങ്ങനെയായാലും തേർഡ് ഓപ്ഷൻ വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി പ്രൂവൺ ആയി. ഫോർത്ത് എന്ന് പറയുന്നത് ഫുഡ് സ്പോയിൽ ക്വിക്ലി, അതായത് ഭക്ഷണം പെട്ടെന്ന് സ്പോയിൽ ആയി പോകുന്നു. ഈ ബാക്ടീരിയയും ഫംഗസ് ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതായത് എന്താണ്? നമുക്ക് ബ്രെഡിൽ അറിയാം അല്ലെ, ബ്രെഡിന് പെട്ടെന്ന് പൂപ്പിൽ പിടിക്കാൻ കാരണം എന്താ? ഫംഗസ് ഉള്ളത് കൊണ്ടാണ്. ഈസ്റ്റ് എന്ന് പറയുന്നതിൽ എന്താണ് ഇനാക്റ്റീവ് ആയി കിടക്കുന്നത്
എന്താണ്, ഒരു തരം എഡിബിൾ ഫംഗസ് ആണ്. അപ്പൊ എന്താണ്, അവിടെ ഫംഗസ് ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അത് ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ബ്രെഡ് പൂപ്പൽ പിടിച്ചു പോകുന്നത്. അപ്പൊ ഇവിടെ ഇല്ലാത്തൊരു പക്ഷം ഫുഡ് സ്പോയിൽ ക്വിക്ലി അല്ലല്ലോ. അപ്പം തേർഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും അല്ല എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. ഇതിൽ വേറെ എന്തായിരിക്കും വരിക, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നുള്ളതിലാണ് നമുക്ക് ഡൗട്ട് വരുന്നത് അല്ലെ. ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, മൈക്രോ ഓർഗാനിസംസ് ഇല്ലാതെ നമ്മൾ ഫിഫ്ത് സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലെ. മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ്, ഹൗ ദേ ആർ പ്ലേയിങ് എ റോൾ ഇൻ അവർ അറ്റ്മോസ്ഫിയർ എന്നുള്ളത്. അതായത് നമ്മുടെ ഫുഡ് ചെയിൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് അത്യാവശ്യമായിട്ട് വേണം, മൈക്രോ ഓർഗാനിസംസ് ദേ പ്ലേ എ വൈറ്റൽ റോൾ അല്ലെ. അപ്പൊ എന്താണ്, മൈക്രോ ഓർഗാനിസംസ് ഇല്ലാത്ത പക്ഷം ഡീകമ്പോസിഷൻ നടക്കില്ല. ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരില്ലാത്ത പക്ഷം എന്ത് നടക്കില്ല, ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ എന്താണ്, ആ ഒരു ജീർണിക്കുന്ന പ്രോസസ്സ് നടക്കില്ല. അപ്പൊ ഇവിടെ എന്താണ്, ബയോ വേസ്റ്റുകൾ, അതായത് ഇപ്പം ബയോ വേസ്റ്റിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു ചെടി വാടി നിലത്ത് വീണ് കിടക്കുകയാണെന്ന് വിചാരിക്കുക, അത് മീൻസ് ഫുള്ളി ഡീകേ ആവാനുള്ള ഒരു അവസ്ഥയിൽ കിടക്കുക വിചാരിക്കുക. അവിടെ ഡീകേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, മൈക്രോ ഓർഗാനിസംസ് വേണം അല്ലെ. അതില്ലാത്തൊരു പക്ഷം എന്താണ് അതിന് സംഭവിക്കുക, അവിടെ ഡീകമ്പോസിഷൻ നടക്കില്ല. അപ്പൊ എന്താണ്, ബയോ വേസ്റ്റ്, അതായത് ബയോ വേസ്റ്റുകൾ ഡീകമ്പോസസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഡീകമ്പോസേഴ്സ് ട്ടോ, അവരെയാണ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്, അവരുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. ബയോ വേസ്റ്റുകൾ ഡീകമ്പോസ് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. എല്ലാവരും ക്ലാസ് കാണുന്നതിന്റെ കൂട്ടത്തിൽ ഒരു നോട്ടും പെന്നും എടുത്ത് വെച്ചിരിക്കുക. ക്ലാസ് കാണുന്നതിനനുസരിച്ചിട്ട് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക കേട്ടോ. സോ ഈ ആൻസർ ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നോക്കിക്കോളൂ. സോക്ക് കോട്ടൺ ഇൻ എ ഗ്ലാസ്. ഒരു ഗ്ലാസ് എടുക്കുക, ആ ഗ്ലാസ്സിനകത്ത് കുറച്ച് കോട്ടൺ വെള്ളം നനച്ചിട്ട് ഇട്ട് വെക്കുക. നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്തിട്ടുണ്ടാവുന്നതോ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ നമുക്ക് എക്സ്പെരിമെന്റ് ആയിട്ട് തന്നിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പൊ ഓൾറെഡി കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ടാകും, ചെയ്യാത്ത ആൾക്കാരൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്താണ്, സോക്ക് കോട്ടൺ ഇൻ എ ഗ്ലാസ്. ഒരു ഗ്ലാസ് എടുക്കുക, അതിനകത്ത് കുറച്ച് കോട്ടൺ വെള്ളം നനച്ചിട്ട് ഇടുക. ആൻഡ് പ്ലേസ് സം പീസീസ്. അതിനകത്ത് കുറച്ച് പയറ് മണികൾ, ഇപ്പൊ ചെറുപയറിന്റെ ആയാലോ വൻപയറിന്റെ ആയാലോ എന്തെങ്കിലും ഒരു പയറ് ചെടി, പയറെന്നേ പറയുന്നുള്ളൂ, പീ സീഡ്സ് എടുത്തിട്ട് അതിനകത്ത് ഇട്ട് വെക്കുക കുറച്ച്. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് വാട്ട് ഇസ് ദ കൺക്ലൂഷൻ ദാറ്റ് ക്യാൻ ബി arrived from this experiment. ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും നമുക്ക് എന്ത് കൺക്ലൂഷൻ ആണ് കിട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒന്നുമില്ല, ഒരു ഗ്ലാസ് എടുക്കുക, കുറച്ച് കോട്ടൺ വെള്ളം നനച്ചിടുക, അതിനകത്ത് കുറച്ച് അതായത് പീ സീഡ്സ്, പയറ് മണികൾ ഇടുക. എന്താണ് ഇതിന്റെ കൺക്ലൂഷൻ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എയർ ഇസ് നോട്ട് റിക്വയർഡ് ഫോർ സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷന് എയർ ആവശ്യമില്ല, ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ബി എന്ന് പറയുന്നത് സൺലൈറ്റ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷന് സൺലൈറ്റ് ആവശ്യമില്ല, ഇതാണ് സെക്കൻഡ്. തേർഡ് എന്ന് പറയുന്നത് വാട്ടർ ഇസ് നോട്ട് റിക്വയർഡ് ഫോർ സീഡ് ജെർമിനേഷൻ. വാട്ടർ അതായത് വെള്ളം സീഡ് ജെർമിനേഷൻ ആവശ്യമില്ല. സോയിൽ ഇസ് നോട്ട് റിക്വയർഡ് ഫോർ സീഡ് ജെർമിനേഷൻ. ഡി എന്ന് പറയുന്നത് എന്താണ്, സോയില് സീഡ് ജെർമിനേഷന് ആവശ്യമില്ല. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ എന്തായിരിക്കും മക്കളെ ആൻസർ വരിക? എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരം ക്ലിയർ ആണ്. എന്താണ്, ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്ന എയർ വേണ്ട, രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നു സൺലൈറ്റ് വേണ്ട, മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നു വാട്ടർ വേണ്ട, നാലാമത്തേൽ പറയുന്നു സോയിൽ വേണ്ട. എന്തായിരിക്കും മക്കളെ ഇതിന്റെ ആൻസർ വരിക? എല്ലാവരും ഇതിന്റെ ആൻസർ ഒന്ന് എന്തിൽ കമന്റ് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് ഒരു ഹോംവർക്ക് ആയിട്ട് നിന്നോട്ടെ അല്ലെ. ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത്, എന്തായിരിക്കും മക്കളെ ഇതിന്റെ ആൻസർ വരിക? എന്നാലും മിസ് പറഞ്ഞുതരാം അല്ലെ ഏതായിരിക്കും ആൻസർ വരിക എന്നുള്ളത്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ ഏതാ ഇതിന്റെ ആൻസർ വരിക എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ USS പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. താങ്ക് യു.